അർജുൻ്റേത് തന്നെ എന്ന് ഇപ്പോൾ പോലീസും സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരം. കെ വി ബൈജു അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരച്ചിൽ നിർത്തിവെച്ചിരുന്ന സമയം ഏതാണ്ട് ഈ സമയമായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നിർത്തിയിരുന്നു. പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ഇന്നുമുണ്ട്, ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എന്താണ് സാഹചര്യം? രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരും എന്ന് MLA ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചതാണ്. അതിനുള്ള സാഹചര്യമുണ്ടോ ഇപ്പോൾ അവിടെ? തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനം ഈ രാത്രി മുഴുവൻ തുടരാൻ തന്നെയാണ് തീരുമാനം. അതിൽ മറ്റൊരു അറിയിപ്പൊന്നും വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ നേവിയുടെ ഒരു സംഘം മുങ്ങൽ വിദഗ്ധർമാർ ഉൾപ്പെടെയുള്ള നേരത്തെ തെരച്ചിൽ നടത്തിക്കൊണ്ടായ സംഘം കരയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഇത്തരത്തിൽ വിദഗ്ധ സംഘം ഇനി എത്താനുണ്ട്. അവരെത്തിയതിനു ശേഷം ഈ ലോറിയിൽ പരിശോധന നടത്താനുണ്ട്. അത്തരത്തിൽ നിരവധി കടമ്പകൾ ഇനിയുണ്ട്. അതിലായിരിക്കും ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്തായാലും വലിയ ആശ്വാസ വാർത്ത തന്നെയാണ് കുടുംബങ്ങൾക്കും ഈ അർജുന്റെ കുടുംബങ്ങൾക്കും ഒപ്പം കേരളത്തിലെ ഓരോ ആളുകൾക്കും കാതോർത്തിരുന്ന ആ നിമിഷം. എന്തായാലും ഇനി ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അതിനുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ വിവരം കൂടി പ്രേക്ഷകരിൽ പങ്കുവെക്കാൻ കഴിയും. അത്തരം വിവരം ഉടൻ ലഭിക്കും. ആ ഒരു സന്തോഷ വാർത്ത കൂടി നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴും നിരാശ. അർജുൻ ഏത് അവസ്ഥയിലായിരിക്കും ആ ലോറിക്കകത്തുണ്ടെങ്കിൽ അത് ഏത് അവസ്ഥയിലായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ നിരാശയും ആശങ്കയും ഉണ്ടാക്കുന്ന കാര്യം. അതിനി അറിയാൻ ഏതാനും മണിക്കൂറുകൾ മതി. ഈ ലോറി പുറത്തേക്ക് എടുക്കണം. ആ പുറത്തെടുത്തതിന് ശേഷം വിശദമായ പരിശോധന നടത്തണം. അത് സൂക്ഷ്മതയുള്ള ഇനിയുള്ള ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. മഴ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അല്പം മുമ്പ് വലിയ തോതിൽ ശക്തമായ മഴ വന്നിരുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥ ഒന്നും ബാധിക്കാത്ത രീതിയിലായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. രാവിലെയും ശക്തമായ മഴയാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായത്. ആ ഘട്ടങ്ങളിലൊന്നും ഈ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ തെരച്ചിലുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും സൈന്യവും നേവിയും ഒക്കെ വലിയ തോതിൽ ഇത്തരത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ഈ സൈന്യവും അതുപോലെ തന്നെ നേവി ഈ തുടക്കത്തിൽ തന്നെ വലിയ തോതിൽ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു. അവരുടെ ഫലം കണ്ടിരിക്കുന്നു. അപ്പോഴും വളരെ വൈകി 9ാം നാളാണ് നമ്മൾക്ക് ഈ ഒരു വിവരം പുറത്ത് അറിയുന്നത് എന്നത് ഏറ്റവും വേദനാജനകമാണ്. ഏതായാലും അർജുനെ തിരിച്ചു കിട്ടും, അർജുൻ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന വലിയ പ്രതീക്ഷ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ഓരോ ദിവസം കഴിയുന്നോറും ആ പ്രതീക്ഷകൾക്ക് മേൽ മങ്ങലേൽപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഓരോ വാർത്തകളും പുറത്തു വന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ആ ലോറി കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് അർജുൻ സഞ്ചരിച്ച ലോറി എവിടെയെന്ന്. അതിനുത്തരം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോഴും അർജുൻ എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. അത് ഉടനെ തന്നെ നമുക്ക് അതിന് ഉത്തരം കിട്ടും. ഏത് അവസ്ഥയിലായിരിക്കും അർജുൻ എന്നതും വലിയ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും MLAയുടെ വാക്കുകൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോറി കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ തെരച്ചിൽ തുടരും എന്നത് തന്നെയായിരുന്നു MLA സൂചിപ്പിച്ചത്. പക്ഷേ ബൈജു, സ്ഥലത്ത് ഈ തെരച്ചിൽ രാത്രി തുടരണമെങ്കിൽ അതിന് കൂടുതൽ സന്നാഹങ്ങളും സംവിധാനങ്ങളും വേണ്ടിവരും. ആ സംവിധാനങ്ങളൊക്കെ അവിടെ ഉറപ്പാക്കാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാം ബൈജു, അവിടെ ചെന്നതിന് ശേഷം തന്നെ മിനിറ്റുകൾക്കകം അതിശക്തമായ മഴ പെയ്തു. പിന്നെ പലതവണ വിട്ട് അവിടെ മഴ പെയ്യുന്നുണ്ട്. ഈ നേവിയുടെ ഡീപ് ഡൈവർ സംഘം 18 അംഗ സംഘം അവിടെ എത്താൻ പഠിച്ച പണി ശ്രമിച്ചിട്ടും പക്ഷേ എത്താൻ കഴിഞ്ഞില്ല. അവർക്ക് കനത്ത മഴയെ തുടർന്ന് തിരികെ പോകേണ്ടി വന്നു. അപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് കൃത്യമായ സംവിധാനങ്ങളില്ലാതെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക എത്രമാത്രം ശ്രമകരമായിരിക്കും? തീർച്ചയായും. പക്ഷെ അപ്പോഴും ഈ ലോറി കണ്ടെത്തിയെന്ന ഒരു വിവരത്തെ തുടർന്നാണ് ഈ തെരച്ചിൽ വീണ്ടും രാത്രി ഇത്തരത്തിൽ നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ രാത്രി തെരച്ചിലിന് വില്ലനായത് മലയിടിച്ചിലുണ്ടാകുമ്പോൾ എന്ന വലിയ ആശങ്കയാണ്. എന്നാൽ അത്തരമൊരു സാഹചര്യം നിലവിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതൊരു ഈ ഒരു മല അപ്പാടെ പുഴയിലേക്ക് പതിച്ച ഒരു പ്രദേശമാണ്. അവിടെ ഇനി മണ്ണിടിച്ചിലിന് ഒരു സാധ്യതയില്ല. മറ്റ് നമ്മൾ നേരത്തെ മാധ്യമപ്രവർത്തകരുണ്ടായ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് വലിയ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായത്. മഴ വന്ന ഉടൻ തന്നെ നമ്മളോട് താഴെ ഇറക്കുന്ന സമയം ഉണ്ടായത്. ഏതായാലും ഈ ലോറി ഇപ്പോൾ കണ്ടെത്തിയ ഭാഗത്തേക്ക് അത്തരത്തിൽ തെരച്ചിലിന് പ്രതിസന്ധി ഉണ്ടാകില്ല. പിന്നെ JCBക്ക് ഉൾപ്പെടെ വലിയ ലൈറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. മറ്റെന്തെങ്കിലും സംവിധാനം വേണമെങ്കിൽ അതും കൊണ്ടുവരുമെന്നാണ് കാർവാർ MLA പറഞ്ഞത്. ഏതായാലും അതിൽ ഇനി രാത്രി തെരച്ചിൽ ഉണ്ടാവില്ലേ, മറ്റേതെങ്കിലും തീരുമാനം മാറ്റമുണ്ടോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് വിവരം ലഭിക്കും. കഴിഞ്ഞ ദിവസമെല്ലാം 7:30യോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് രാവിലെ 7:30 ആകുമ്പോഴേക്കും വീണ്ടും തെരച്ചിൽ തുടരുന്ന. പക്ഷേ അപ്പോഴും അത് എവിടെയാണ്
ഈ ലോറി ഉള്ളതെന്ന് ഒന്ന് കണ്ടെത്താനോ അത്തരത്തിൽ സ്ഥിരീകരണമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു തെരച്ചിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അർജുൻ എവിടെയെന്ന ചോദ്യം അതിനുത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാത്രിയും തെരച്ചിൽ തുടരുമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും രാത്രി തെരച്ചിൽ ഉണ്ടാകാനാണ് സാധ്യത. അതിനൊരു സ്ഥിരീകരണം വൈകാതെ തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രേണുക, തീർച്ചയായും എന്തായാലും ലോറി അർജുന്റേതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെ ആ മണ്ണ് നീക്കുന്ന പ്രക്രിയ തുടർന്നു വരികയാണ്. ലോറി കരയിലേക്ക് എടുക്കാൻ ഉള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്തായാലും മണ്ണ് പൂർണ്ണമായും നീക്കിയതിനു ശേഷം വേണം അത് കരയിലേക്ക് എടുക്കാൻ. എന്തായാലും ആ ഓപ്പറേഷനൊക്കെ രാത്രിയും തുടരും എന്നതാണ് MLA അറിയിച്ചിരുന്നത്. അതേസമയം കളക്ടർ ഒരുപക്ഷെ രാത്രിയിലെ രക്ഷാപ്രവർത്തനം, ഈ ദൗത്യം തുടരൽ വളരെ ദുഷ്കരമായിരിക്കുമെന്ന ഒരു സൂചന നൽകുന്നുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും ഊർജിതമായി അവിടെ ഈ ദൗത്യം നടക്കുകയാണ്. ഈ പുഴയിൽ 20 മീറ്റർ അകലെയായാണ് ഈ വാഹനം ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഈ ഡീപ്പ് എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. നാവികസേനയുടെ സംഘം ആ വാഹനത്തിനടുത്ത്, വാഹനം കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. പ്രതികൂല കാലാവസ്ഥ കാരണം അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ശക്തമായ അടിയൊഴുക്കാണ് പുഴയിൽ ഇപ്പോൾ, ഗംഗാവലി പുഴയിൽ ഇപ്പോൾ ശക്തമായ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നാവികസേന അംഗങ്ങൾക്ക് തിരികെ പോകേണ്ടി വന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാലും അവർ മടങ്ങിയിട്ടില്ല. അതൊരാശ്വാസകരമായ കാര്യമാണ്. ഒരുപക്ഷെ അവർ അവിടെ എത്താനും അവിടെ ആങ്കർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം, നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. 9ാം നാൾ, തെരച്ചിലിന്റെ 9ാം നാളാണ് അവിടെ നിന്ന് ആശ്വാസകരമായ വാർത്ത വരുന്നത്. അർജുന്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നു. ന്യൂസ് 18 ആണ് ആ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. അതിനുശേഷമാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഇപ്പോൾ പോലീസും അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വാഹനം അർജുന്റേതെന്ന് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോഴും വാഹനത്തിനുള്ളിൽ അർജുൻ ഉണ്ടോ, എന്താണ് അർജുന്റെ അവസ്ഥ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. കേരളം കാത്തിരിക്കുന്നത് ഒരു ശുഭകരമായ വാർത്ത അറിയുന്നതിന് വേണ്ടിയാണ്. ആ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇപ്പോഴും എല്ലാവരും ഈ വാർത്ത ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ വരുന്ന പ്രതികരണങ്ങൾ, അഭിപ്രായങ്ങൾ, ആളുകളുടെ അഭിപ്രായങ്ങൾ, എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 9 നാളും ആ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ തന്നെ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് ശുഭകരമായ വാർത്തകൾ വരുന്നു, പോസിറ്റീവായ വാർത്തകൾ വരുന്നു. അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനം കണ്ടെത്തിയിരിക്കുന്നു. ഇനി മണ്ണ് നീക്കി വാഹനം പുറത്തെടുക്കുക എന്ന വളരെ ശ്രമകരമായ ദൗത്യമാണ് ചെയ്യാനുള്ളത്. മോശം കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും വെല്ലുവിളിയാകുന്നത്. ശക്തമായ അടിയൊഴുക്ക് നദിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ശക്തമായ മഴയുണ്ട്. ഈ നദിയിലെ ഒഴുക്ക് അതുകൊണ്ട് തന്നെ കൂടിയിട്ടുണ്ട്. അത് ഇനിയുള്ള ദൗത്യത്തിന് വെല്ലുവിളിയാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ബൈജു തുടരുന്നുണ്ട് എങ്കിൽ ഈ പുഴയിൽ ഒഴുക്ക് ശക്തമാകുന്നത്, അടിയൊഴുക്ക് ശക്തമാകുന്നത് ഇനിയുള്ള ദൗത്യത്തെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പുഴയിൽ ആണ് വാഹനം ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 20 മീറ്റർ അകലെയായിട്ടാണ്, അതും 15 അടി താഴ്ചയിലാണ്. അപ്പോൾ നദിയിൽ വെള്ളം ഉയരുന്നത്, അതിന് ഒഴുക്ക് കൂടുന്നത്, അടിയൊഴുക്ക് ശക്തമാകുന്നതൊക്കെ ഒരു പക്ഷേ ഈ ദൗത്യത്തിന്റെ ദൈർഘ്യം കൂട്ടുമോ? തീർച്ചയായും നദിയിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കാണ്. അത് നേരത്തെ തന്നെ നാവികസേനയും വ്യക്തമാക്കിയതാണ്. എന്തായാലും തിരച്ചിൽ, ഈ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ തിരച്ചിൽ ഇത്തരത്തിൽ രാത്രിയും തുടരും എന്ന ഒരു അവസ്ഥയിലുള്ളത്. പക്ഷേ ഇപ്പോൾ രേണുക, വളരെ മോശം കാലാവസ്ഥ. ഇപ്പോൾ വീണ്ടും ശക്തമായ മഴ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ, അതായത് പുറത്തിറങ്ങി നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയും ശക്തമായ മഴ, വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കാലാവസ്ഥയിൽ തിരച്ചിലുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നത് എന്തായാലും നമുക്കൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ജില്ലാ ഭരണകൂടം അത് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ശക്തമായ ഒരു കാലാവസ്ഥ. അത്തരത്തിൽ ഇനി പ്രതികൂലമായ കാലാവസ്ഥ വരുമ്പോഴും ഈ ട്രക്ക് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ തെരച്ചിൽ വീണ്ടും ഈ രാത്രിയും തുടരണമെന്ന ഒരു തീരുമാനം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം എത്രയും പെട്ടെന്ന് ഈ ട്രക്ക് എടുത്താൽ അതിൽ നിന്നും അർജുൻ ഉണ്ടോ ഇല്ലെന്ന കാര്യം സ്ഥിരീകരിക്കാനുണ്ട്. അത് പെട്ടെന്ന് അതിലേക്ക് എത്താൻ വേണ്ടിയാണ് രാത്രിയും തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതേ കാലാവസ്ഥ ആണെങ്കിൽ വളരെ പ്രതികൂലമാണ്. ഈ രാത്രി തെരച്ചിൽ സാധ്യത മങ്ങുകയാണ്. അത്രത്തോളം വലിയ ശക്തമായ മഴ, ഒരു വലിയ മലയിടിച്ചിലുണ്ടായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും മലയിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഇനി
ഈ രാത്രി തുടരുമോ എന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അറിയിപ്പ് എന്തായാലും ഉടൻ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും വലിയ ശക്തമായ മഴ ഇപ്പോഴും ആ സംഭവ സ്ഥലത്ത് പെയ്യുകയാണ്. ഈ ഓപ്പറേഷൻസ് നടക്കുന്ന ഇടങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. പക്ഷേ അത് അവിടെ ഓപ്പറേഷനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും. മാത്രവുമല്ല മോശം കാലാവസ്ഥയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമപ്രവർത്തകർക്ക് കുറച്ച് സമയം മാത്രമാണ് ആ സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥലത്ത് അതിശക്തമായ മഴ പെയ്യുകയാണ്, ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ഡൈവേഴ്സിന് നാവികസേനയുടെ ഡീപ്പ് ഡൈവേഴ്സിന് ആ സംഭവ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വാഹനം ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് എത്താൻ ആകുന്നില്ല. അവർ പലതവണ അതിന് ശ്രമിച്ചു മടങ്ങിയതാണ്. പക്ഷേ സംഘം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ എത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അവിടെ നടത്തുന്നത്. അതേസമയം വാഹനം ഉയർത്താനുള്ള ക്രെയിൻ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തുക, മാക്സിമം മണ്ണ് നീക്കം ചെയ്ത് വാഹനം പുറത്തേക്ക് എടുക്കുക, ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അവിടേക്ക് ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തുന്നു എന്നതാണ്. അപ്പോഴും വെല്ലുവിളിയായി തുടരുന്നത് കനത്ത മഴയാണ്. ഇനി ഇരുട്ട് പരന്നു കഴിഞ്ഞാൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന പ്രദേശത്ത് ഈ ഓപ്പറേഷൻ സാധ്യമാകുമോ എന്നതാണ് ഏറ്റവും ആശങ്കയുണർത്തുന്ന കാര്യം. ബൈജു, നേരത്തെ കളക്ടർ സംസാരിച്ചപ്പോൾ ഇതാണ് കാലാവസ്ഥയെങ്കിൽ രാത്രിയുള്ള തെരച്ചിൽ ദുർഘടമാകും, അതിനുള്ള സാധ്യത മങ്ങും എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ MLA വളരെ പോസിറ്റീവായി രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഈ രീതിയിൽ മഴ തുടർന്നാൽ രാത്രിത്തെ പ്രവർത്തനങ്ങൾ ദുഷ്കരമാകുമോ? അപ്പോൾ കളക്ടർ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അത് നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായും ഇതേ രീതിയിലാണ് കാലാവസ്ഥയെങ്കിൽ തീർച്ചയായും രേണുക അത് പ്രതികൂലമായി തന്നെ ബാധിക്കും. പക്ഷേ അപ്പോഴും ഏതാണ്ട് പകുതി ഭാഗത്തോളം ഈ ലോറി മുകളിലേക്ക് ഉയർത്താനുള്ള രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ ഈ ലോറി കൃത്യമായ മാർക്ക് ചെയ്ത് അവിടെ ചാല് കീറി അത്തരത്തിൽ ലോറി മുകളിലേക്ക് ഉയർത്താനുള്ള പാകത്തിലായിരുന്നു അവിടെ ഈ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ കാലാവസ്ഥ അതൊരു തടസ്സമാകില്ല. പക്ഷേ വെളിച്ചം ആ ഭാഗത്ത് നമുക്കറിയാം ശരി, ബൈജു തുടരുക. ഇപ്പോൾ ഞാൻ ബൈജുലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രഞ്ജിത്ത്,